Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight. വിവാദങ്ങളിലൂടെ എന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു MP തന്നെയാണ് സുരേഷ് ഗോപി. ഇപ്പോഴും വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. ഓരോന്നായിട്ട് അദ്ദേഹത്തിന്റെ പുറകെ തന്നെ ഓരോ പിടിവിടാതെ കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള, അതായത് കരുവന്നൂരിലെ ബാങ്ക് സ്കാം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അതായത് കരുവന്നൂരിലെ ജനങ്ങളിലെ ഒരു ബാങ്കിൽ പൈസ നിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ എല്ലാ പൈസകളും ED റെയ്ഡിലൂടെ അവർ പിടിച്ചെടുത്തു എന്നാണ് പറയണത്. അപ്പം അത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ ഇപ്പം കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം MP ആയിട്ടുള്ള സുരേഷ് ഗോപിന് മുമ്പിൽ കിട്ടിയപ്പം ഒരു വയോധികയായിട്ടുള്ള സ്ത്രീ, അധികം പ്രായം ചെന്നിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ കണ്ണുനീരിൻ്റെ ആ ഒരു ഇത്രയും കാലം സഹിക്കുന്ന, അതായത് തങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതൊന്ന് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പദവിയിലിരിക്കുന്ന ഒരാളെ കണ്ടപ്പം തൻ്റെ വിഷമങ്ങളെല്ലാം കൂടി അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്. ആ ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒന്നും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാൻ സഹായം തേടിയ വയോധികയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ED പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം. എന്നാൽ മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ലെന്ന് വയോധിക പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. സുരേഷ് ഗോപി കുറച്ച് പരുഷമായിട്ടുള്ള സ്ഥലത്തിലാണ് ഈ ഒരു അമ്മയോട് തിരിച്ച് മറുപടി പറയുന്നത്. ഒരു പക്ഷേ ഈ ഒരു സ്ത്രീക്ക് അറിയില്ലായിരിക്കാം, അതായത് സുരേഷ് ഗോപിനോടാണോ, ഈ ഒരു MP-നോടാണോ ഈ ഒരു കാര്യം, തങ്ങളുടെ കാശ് പോയത് തിരികെ കിട്ടാനുള്ള കാര്യം ഇവരോടാണോ പറയേണ്ടത് എന്നുള്ളത് സത്യത്തിൽ ഈ ഒരു അമ്മയ്ക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും സുരേഷ് ഗോപിയെ പോലെ MP-യിൽ, അതായത് സർക്കാരിലുള്ള ഒരാൾ നമ്മുടെ കൺമുമ്പിൽ വന്നപ്പോൾ എന്താണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം എന്താണോ അത് അവിടെ ബോധിപ്പിക്കാം എന്ന് മാത്രമേ ഈ ഒരു അമ്മ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സുരേഷ് ഗോപി തൻ്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ അത് തങ്ങളുടെ കാര്യമല്ല, അത് സർക്കാരിനോടാണ് പറയേണ്ടത്, അതായത് മുഖ്യമന്ത്രിയോടാണ് പറയേണ്ടത് എന്നുള്ളത് സർക്കാരിനോടുള്ള പുച്ഛത്തെയാണ് സുരേഷ് ഗോപി ആ അമ്മയുടെ നേരെ കാണിച്ചത്. അല്ലാതെ ആ ഒരു അമ്മയെ അപമാനിക്കാനോ അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാകാതെയോ ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ദുഃഖം എന്താണെന്ന് മനസ്സിലാകാതെയോ അല്ല ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇങ്ങനെ റിപ്ലൈ ചെയ്തത്. അപ്പം അതിന് നേരെ കുറേ മാധ്യമങ്ങൾ വന്നിട്ട്, ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാതെയൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി വയോധികയെ അഭിമാനിച്ച് വിട്ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല ശരിയായിട്ടുള്ള കാര്യം. ഇത് അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. സർക്കാരാണ് ഇതിനെ മറുപടി കൊടുക്കേണ്ടത്, അതായത് മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. അതായത് ഒരു ബാങ്ക് എന്നൊക്കെ പറയണത് അത് സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പം അവിടെ വന്നിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് ഉത്തരം പറയേണ്ട ബാധ്യതയും സർക്കാരിനാണുള്ളത്. അത് ആ അമ്മയോട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് അവർക്ക് മനസ്സിലായെന്നായിരുന്നു. പക്ഷേ ഇൻഡയറക്റ്റ് സർക്കാരിനെ കുത്തി പറഞ്ഞപ്പം അത് ആ അമ്മയ്ക്ക് മനസ്സിലായില്ല. കണ്ടു നിന്നവര് സുരേഷ് ഗോപിയെ തെറ്റായി വിചാരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്ക് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു MP നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് എത്ര MP-മാരുണ്ട്? 20 MP-മാരുണ്ട്. അതിൽ ബാക്കി 19 പേരെ നമ്മൾ കാണാറുണ്ടോ? എവിടെയും നമ്മൾ കാണാറില്ല. ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി മാത്രമേ നമ്മുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ശരിക്കും ഇത് മാത്രമാണോ വേണ്ടത്? അല്ല. മുഖ്യമന്ത്രിയെ നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയല്ലേ നിൽക്കേണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി വേണ്ടേ ഇടയ്ക്ക് ഈ ഒരു ആളുകളുടെ മുമ്പിൽ വന്ന് അവർക്ക് എന്താണ്, അവരനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണ്, അവർക്കിനി മുന്നോട്ട് എന്താണ് വേണ്ടത്, എന്താണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കേണ്ടത് മുഖ്യമന്ത്രിയുടെയും കൂടെ ബാധ്യതയല്ലേ. അത് സുരേഷ് ഗോപി മാത്രമാണോ ചെയ്യേണ്ടത്? ഈ ഒരു MP മാത്രമാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? അല്ല. അപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ജനങ്ങളെ സേവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കിട്ടുന്ന കാശൊക്കെ പോക്കറ്റിലേക്ക് എടുത്ത് അവരവരുടേതായ ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കുകയല്ല വേണ്ടത്. ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് അവരും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് വേണം ചെയ്തു കൊടുക്കാനായിട്ട്. പക്ഷെ ഈ ഒരു മനുഷ്യൻ മാത്രമാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വന്നിട്ട് കുറച്ചെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പെട്ട വേറെ 2-3 ആൾക്കാരെയും ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ആ ഒരു ട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള രൂപയായിട്ട് ഈ ഒരു ആൾക്കാരെ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പെട്ട ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കി കാണുന്നില്ല. എവിടെയാണോ താനൊന്ന്
എവിടെയാണോ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒന്ന് സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നത്, അത് അപ്പം ചൂടുള്ള വാർത്തയായിട്ട് പുറത്തേക്ക് വിടുന്നു. അപ്പത്തേക്ക് സുരേഷ് ഗോപിന്റെ ഒരു ക്യാരക്ടറെ തന്നെ എന്താ പറയാ, മൊത്തമായിട്ട് ബ്ലെയിം ചെയ്യുന്ന പോലത്തെ ഓരോരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷെ അതല്ല സത്യം. സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സത്യം മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ എന്താണ് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.